റെനീസ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് വലിയ പാടത്താണുള്ളത്. ഇവിടെ അയ്യായ യൂസർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഷോപ്പിലാണുള്ളത്. ഇവിടെ കുറച്ച് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വണ്ടി നമ്മൾ അശോക് ദോസ്ത് പ്ലസ്. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2018 മോഡൽ. പിന്നെ കിലോമീറ്റർ എത്ര ഓടി വരാൻ? 68,000. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഉൾഭാഗത്ത് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട്. അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്താ പറയുക? പുതിയതാണല്ലേ? പുതിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പുതിയതാണല്ലേ? അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാം, ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അടുത്തൊരു മഹീന്ദ്രന്റെ വണ്ടി, മഹീന്ദ്ര ജീറ്റോ പ്ലസ് അല്ലേ? ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2023 മോഡല്. ഇത് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. തട്ടുമുട്ടും എത്ര സിംഗിൾ ഓണർ? കിലോമീറ്റർ പറയാൻ പറ്റുമോ? 54,000. അത് ജെന്യുവൻ ആണോ? ഓക്കെ. പിന്നെ ഇന്റീരിയൽ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അടുത്തൊരു ബഡാ ദോസ്ത്. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2021 മോഡൽ. പിന്നെ എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്തില്ല? ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. 38,000 കിലോമീറ്റർ. ആ 38,000 ഓടിയത് ജെന്യുവൻ ആണോ? അത് എ സിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വേണ്ടിയിട്ടുണ്ട്. സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദോസ്ത് 2022 മോഡൽ. 2022 മോഡൽ. പിന്നെ എത്ര കിലോമീറ്റർ ഓടി വരാൻ? ഇത് 68,000. അത് ജെന്യുവൻ അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെയുണ്ടോ? തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഹൈടെക് ബോഡി ആയിട്ട് വരുന്നത്? ഹൈടെക് ബോഡി അല്ലേ? ഓക്കെ. പേപ്പറൊക്കെ പുതിയ പേപ്പറും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്ക പുതിയതാണ്. എത്രാമത്തെ ഓണർ എന്ന് പറഞ്ഞു? സിംഗിൾ ഓണർ അല്ലേ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. അടുത്ത് 2018 മോഡൽ. അതന്നെ സെയിം മോഡൽ തന്നെ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ ഗ്യാരണ്ടി കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിക്കും? ഇത് 90,000. അത് ജെന്യുവൻ ആണോ? പിന്നെ എത്രാമത്തെ ഓണറാ? രണ്ടാമത്തെ ഓണർ അല്ലേ? മാരുതിന്റെ സുസുക്കിന്റെ വണ്ടി സൂപ്പർ കാരി അല്ലേ? ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2018-19 മോഡൽ. 2018 രജിസ്ട്രേഷൻ 19 മോഡൽ. പിന്നെ എത്ര കിലോമീറ്റർ ഓടി വരാൻ? ഇത് 117. കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. 117 അല്ലേ? എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണർ അല്ലേ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തതല്ലേ? ഓക്കെ. എത്ര ഉണ്ട് പേപ്പറും കാര്യങ്ങളും? ഇപ്പൊ എത്ര ഉണ്ട്? പുതിയതാണ്. എടുത്തിട്ട് ഇപ്പൊ ഒരാഴ്ച ആവണുള്ളൂ അല്ലേ? അടുത്ത മഹീന്ദ്രന്റെ സുപ്രോ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2018 മോഡൽ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കും? ഒന്നിന് താഴെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. നമ്മൾ ഗ്യാരണ്ടി കസ്റ്റമർ പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ പുതിയ പേപ്പറാണ് അല്ലേ? അടുത്ത് മഹീന്ദ്രന്റെ ജീറ്റോ. ഓക്കെ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2018 മോഡൽ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 78,000. അത് ജെന്യുവൻ അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യമില്ല. ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്രാമത്തെ ഓണർ എന്ന് പറഞ്ഞു നിങ്ങള്? സെക്കൻഡ് ഓണർ അല്ലേ? അടുത്തൊരു മാക്സിമ. ഇതെങ്ങനെയാണ്? മാക്സിമ പ്ലസ് ആണല്ലേ? ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2013 മോഡൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? രണ്ടാമത്തെ ഓണർ. പിന്നെ ഇപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ പുതിയ പേപ്പറാണല്ലേ? വേറെ ഗ്യാരണ്ടിയിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം.
അതെങ്ങനെ മോഡൽ ഏഷ്യർ 2021 മോഡൽ 2021 മോഡൽ. 21 മോഡൽ. ഇത് റീപ്ലേസ്മെന്റ് ചെയ്യണ്ട? ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞോ? ഇത് 36,000. 36,000. അത് ജെന്യൂൻ ഓട്ടാണോ? കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഗ്യാരണ്ടി കൊടുക്കാൻ മതി. മഹീന്ദ്ര സുപ്രോ T6. സുപ്രോ T6 ഇത് എങ്ങനെ മോഡൽ തന്നെ? 2016. 2016. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെയ്യാ? ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഒന്നിന് താഴെ ഓടിക്കോളൂ. ഒന്നിന് താഴെ ഓടിക്കോളൂ. പിന്നെ എത്ര ഓണർ ആയിരുന്നു ഇപ്പോ? സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമർക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ പുതിയ പേപ്പറാ അല്ലേ? അപ്പോൾ വണ്ടിയുടെ റേറ്റും കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിൽ വാട്സപ്പിൽ അയച്ചിട്ടാണെങ്കിൽ നിങ്ങൾ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കൂലേ? ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇതിൽ തന്നെ ഫുള്ള് ഏതൊക്കെ വണ്ടി ഇപ്പോൾ ഫുള്ള് കാണിച്ചേ ആ വണ്ടിന്റെ മൊത്തം റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ വിളിച്ചിട്ടാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? കറക്റ്റ് ലൊക്കേഷൻ മൂച്ചിക്കൽ പള്ളിപ്പടി. മൂച്ചിക്കൽ പള്ളിപ്പടി. ഓക്കെ. നമ്മളിപ്പോ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മൂച്ചിക്കൽ പാലം കയറുന്നതിന് മുമ്പ്, പാലം കയറുന്നതിന് മുന്നേ പള്ളിന്റെ അടുത്ത്. ഓക്കെ. തിരൂർ എത്തുന്നതിന് മുന്നേ. തിരൂരിന് ഏകദേശം ഒരു 2 കിലോമീറ്റർ. പിന്നെ ഇപ്പോ വാട്സപ്പിൽ നമുക്ക് ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചെടുക്കാൻ പറ്റുമോ? കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് അയച്ചെടുക്കാം. ഏതാ വണ്ടി ഉള്ള ആ വണ്ടിന്റെ ഡീറ്റെയിൽസ് മൊത്തം വാട്സപ്പിൽ അയച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ റേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ റേറ്റും കാര്യങ്ങളും ഇവർ പറഞ്ഞുതരും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 2 ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. റെനീസ് വ്ലോഗ്സ്, റെനീസ് കാർ ഷോട്ട്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.